ഒരു ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരിവിടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ടോ. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടായി കുറച്ചപ്പുറത്തെ മുറിയിലിരുന്നു. ഇവർ രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു. വലിയ ചോദ്യമല്ല അത്. എൻ്റെ വാപ്പയും ഉമ്മയും ജീവിച്ചതുപോലെ കലഹിച്ച് ജീവിക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് ചോദിച്ചു. കുട്ടിൻ്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ശരിക്കും. അതിൻ്റെ ഉത്തരം അവർ കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല, കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ്. അങ്ങനെയാണുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ ഷണ്ഠകൂടൽ, ഉപ്പയും ഉമ്മയും ഷണ്ഠകൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും എന്തു ചെയ്യും, പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും. അതെ. ഈ ഇപ്പോൾ അതുമാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിനപ്പുറത്ത് ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവരെ പറ്റി പറയും, ഓലൊക്കെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക് നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക, അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പെങ്ങളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതിപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളിടത്തേക്ക് എന്ത് ചെയ്യും, എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും. ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്. അത് സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി. നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്, സ്വകാര്യമായി തിരുത്തും. മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്. അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട. തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കാലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാവും എന്നതും മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യാണ്, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യാണ്. അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായ ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരുപക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. കുടുംബത്തിലെ പ്രശ്നം തന്നെ. ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനും ഒന്നും ആളുകളില്ല. അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈ ഒരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ, ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹമൊന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ, കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഇപ്പം ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല. വിവാഹം വൈകുക എന്നുള്ളതിൻ്റെ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കിനും 1-2 കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി ഇപ്പോൾ വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവർ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവർ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസം ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകൾ ചിന്തിക്കണില്ല. അതെ, ഇപ്പോൾ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ ഇപ്പോൾ അതിൽ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കളിപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണം അതിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗ്ഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ഈ പഠനത്തിന്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിന്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്. പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും. അവർക്ക് ഭയങ്കര കപ്പാസിറ്റി. ഇത് ആലോചിക്കാതെ നേരെ എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ. ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടി വെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു ഭാര്യ, ഒരു ഭർത്താവ് കിട്ടണമെന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക. വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ, നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയില്ല. അപ്പം അതിന് ടൈമിങ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ. ഏത് കാര്യത്തിനും ടൈമിങ് ക്ലിയർ ആകുന്നില്ല. ആ ടൈം കടന്നു പോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യത ഉണ്ട്. അതെ, ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധി വരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള
ഒരവസരം അവിടെ ഉണ്ട്. ഈ മാതാപിതാക്കളെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അവർ ആയിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞയക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമെരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ. ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും. അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം. അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണമെന്ന് ആഗ്രഹിക്കണത് അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ അതോട്ടില്ലേനു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയണം. യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല. അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. അതല്ല ജീവിതം എന്ന് കാണിച്ചു കൊടുക്കും വേണം. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ ആൺകുട്ടികൾ. കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പോൾ അതിന് പിന്നെ പഠനമാണ് ജോലിയാണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പോൾ അതിന് വേണ്ടി ചിലപ്പോൾ ഒരു കാരണം, നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 100 കണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ, കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്. ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നിടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തി ജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കുന്നിടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോയുടെ തത്സമയ പ്രഭാത പ്രക്ഷേപണത്തിൽ രാവിലെ 6 മണി മുതൽ 8 മണി വരെയുള്ള സെഷനിൽ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനിലാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറുള്ളത്. റേഡിയോ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യാത്ത ആളുകൾ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് കാണുന്ന സമയത്ത് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ നമുക്കതിൽ കേൾക്കാനുള്ള അവസരമുണ്ട്.